ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പതിവില്ലാതെ ചിലത് കാണുമ്പോൾ എന്തോ സംതിങ് സ്പെഷ്യൽ നടക്കുന്നുണ്ട്. വീടുകളിലൊക്കെ കുട്ടികൾ മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ സുഖിപ്പിക്കാൻ കൂടുതൽ പണികളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവർ പറയാറുണ്ട് എന്തെങ്കിലും കാര്യസാധ്യത നടക്കാനുണ്ടാവും എന്നൊക്കെ. ഓശാന ഞായറാഴ്ച ഈശോ പതിവില്ലാത്ത കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ട്. കവിതയുടെ പുറത്ത് കയറി ഓശാന വിളികളേറ്റ് ആർത്തുവിളി ജനത്തിനിടയിലൂടെ ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ടും ഈശോ ചാട്ടവാറുണ്ടാക്കി ദേവാലയം ശുചീകരിച്ച് അവിടെ നാണയമാറ്റക്കാരും കച്ചവടക്കാരെയൊക്കെ ആട്ടിപ്പുറത്താക്കുന്നുണ്ട്. ഈശോയിൽ ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുക? അത് ഈശോയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. ജെറുസലേം ദേവാലയം ഹെസ്സക്കിയായുടെ കാലത്ത് യോസിയുടെ കാലത്തൊക്കെ ശുദ്ധീകരിക്കുന്നുണ്ട്. അപ്പോഴുണ്ടായിരുന്ന ഒരു പാരമ്പര്യ വിശ്വാസം എന്ന് പറയുന്നത് അവസാന നാളുകളിൽ ദൈവം തന്നെ വന്ന് ദൈവത്തിന് ആലയം വിശുദ്ധീകരിക്കുമെന്നാണ്. ഇന്ന് ഈശോയുടെ നാളുകൾ ഈശോ തന്നെ വന്ന് ദേവാലയം വിശുദ്ധീകരിക്കുമെന്നുള്ള അവരുടെ വിശ്വാസ പാരമ്പര്യം പൂർത്തിയാകുകയാണ്. നാണയമാറ്റക്കാരെ അവിടുന്ന് ഓടിക്കുന്നതോടുകൂടി ഇനി ദേവാലയത്തിൽ വലിയ മൃഗങ്ങൾ, വലിയ വസ്തുക്കൾ, പ്രാവിൽപ്പന ഇതൊന്നും നടക്കില്ല. കാരണം അവിടെ ഇനി ബലി വസ്തുവും ബലിയർപ്പകനൊക്കെ ആയി മാറാനുള്ളത് ക്രിസ്തുവാണ്. ഈ ദേവാലയത്തെക്കുറിച്ചാണ് ഈശോ നശിപ്പിക്കാനായിട്ട് പറയുക. ഈശോ പറയുന്നത് ഈശോയാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇനി വരാനുള്ളത് ഈശോയാകുന്ന ദേവാലയവും ഈശോയാകുന്ന ബലിയുമാണ്. ബാക്കിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈശോ എന്ന ബലിയിലും ഈശോ എന്ന ദേവാലയത്തിലും നമുക്ക് പങ്കുചേരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.